നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകി വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഓർക്കുവാനും നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ നിലയിൽ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. I join along with you in praising and thanking God who has given us the opportunity to remember our Savior who loved us and gave himself for us, and also the Father who demonstrated his love towards us. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം ഈ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. The most blessed thing in our lives is to praise and worship this great Savior. അതിൻ്റെ മാധുര്യം വളരെ വലുതാണ് എന്ന് അതനുഭവിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And the sweetness of that is great as evidenced by everyone who has experienced it. ഈ നിലയിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവസേനയിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ഇടയാകുന്നതും നമുക്ക് ലഭിച്ച അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. And it is a further blessing that all of us can come in this level of freedom and can experience the love and care from God. അത് ഏത് നിലയിൽ നാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. It is also important that we recognize and understand that very thing. ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ പോകുന്ന സഭ വളരെ ചെറിയൊരു സഭയാണ്. As I reminded yesterday, the assembly that we go to is a very small assembly. എന്നാൽ ഞങ്ങളുടെ അവിടുത്തെ ആരാധന വളരെ സജീവമാണ്. But at the same time, the worship service that we have there is very lively. അതിന് കാരണമായിട്ടുള്ളത് എല്ലാവരും ഒന്നാം തലമുറയിൽ അല്ലെങ്കിൽ പുതുതായിട്ട് വീണ്ടും ജനിച്ച് മുന്നോട്ട് വന്നവരാണ്. The reason for that is that all the believers there are first generation believers or people who were converted out of another background. ഒരു സഹോദരൻ മിക്കപ്പോഴും ദൈവസേനയിൽ എഴുന്നേറ്റ് പറയും, താൻ ഇങ്ങനെ ഈ കാളകളുടെയൊക്കെ രൂപമുണ്ടാക്കി അതിനെ ചുമന്നുകൊണ്ട് അതിനെ ആരാധിച്ചു കിടന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നു. Oftentimes one of our brothers there would remind us that there was a time in his past where he would make the image of calves and bulls and that he would carry them because he used to worship those things. എന്നാൽ ഇങ്ങനെ ഒരു ഭാഗ്യം സത്യദൈവത്തെ അറിയാനിടയായത് വലിയൊരു ഭാഗ്യമായിട്ട് താൻ കണക്കാക്കിയും തനിക്ക് സന്തോഷം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. But at the same time he rejoices in the fact that God gave him the opportunity to know about the one true God and come to this faith. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ഈ നിലയിൽ ഈ സത്യ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീർന്ന് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. And our fathers also, when we look back, we know that they all had this experience of coming to this God and be converted. അവരുടെ പിൻതലമുറക്കാരെന്ന നിലയിൽ ഈ സത്യം നമുക്കും മനസ്സിലാക്കാൻ ഇടയായെങ്കിലും അതിൻ്റെ കൃത്യത നമ്മുടെ ഉള്ളിൽ എത്രമാത്രമുണ്ട് എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തുവാൻ ആവശ്യമുള്ള കാര്യമാണ്. And as their descendants, we also got the opportunity to understand the gospel, but we don't know oftentimes the sweetness that's contained in the experience that they had. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണെന്നും ഈ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയും ഹൃദ്യതയും സ്നേഹവും അത് പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ വളരെ അമൂല്യമാണെന്നും നാം കരുതേണ്ടതാണ്. Therefore, we should regard every moment that we receive as a gift from God and also enjoy the love and the sweetness that comes as a result of this relationship that we have with God. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർ കടന്നു വരുമ്പോൾ അവരതിനുള്ള സാക്രിഫൈസിനുള്ള എന്തെങ്കിലും മൃഗങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. We read about the Old Testament worship that when they come to worship God, they often brought the animals for sacrifices. ആ നിലയിലുള്ള നിർദ്ദേശം നൽകുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാളയോ പശുവിനെയോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക്
ഒരു പ്രാവിനെയാണെങ്കിൽ അവർ കൊണ്ടുവരണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. And in the instructions that were given for those sacrifices, we see that a provision was made for those who were not able to come with a larger animal like a bull or a goat. They could bring a turtle dove as an offering. ആ നിലയിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അതിനുള്ള കരുതലോടുകൂടെ വന്ന് യാഗം കഴിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. In the Old Testament we read that God had made arrangements and gave instructions that they would come prepared with that offering before him. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യാഗമൃഗത്തിന്റെ ആവശ്യമില്ല. But in relation to us, we don't have need for such an animal to sacrifice. എന്നാൽ നാം അധരഫലം എന്ന യാഗം അർപ്പിക്കാൻ വേണ്ടിയാണ് നാം ഒന്നിച്ച് കൂടി വരാറുള്ളത്. When we come together, we come to offer the fruit of our lips as a sacrifice to him. അതിന് നാം പ്രത്യേകമായ എന്തെങ്കിലും വില കൊടുക്കേണ്ട ആവശ്യമില്ല. And there is no particular cost that we have to pay for that. ദൈവം നമുക്ക് അധരങ്ങളെ തന്നിരിക്കുക. God has given us our lips. ആ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് വേണ്ടി പാടുവാൻ, and to open those lips and sing for God, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ, to praise him, to give him glory, ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നന്ദി കരേറ്റുന്നവരായി തീരുവാൻ, to be grateful to him and give him thanks, നമുക്ക് സാധിക്കേണ്ടതാണ്. We should be able to do those ഈ things. കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അസംബ്ലികളിൽ സാധ്യമാകേണ്ട ഒരു കാര്യം അതാണ്. That is the one thing that should be present in all our assemblies today. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം അധരഫലം എന്ന യാഗം അർപ്പിക്കാനായിട്ടുള്ള ഒരുക്കത്തോട് വരണം. When we come to offer before God, we should come with the preparation to give the fruit of our lips to God. എത്രയും പേർക്ക് സാധ്യമാകുമോ അത്രയും പേര് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയാകണം. However many people are able to do it, they all should be able to exercise that task. അത് വളരെ ഷോർട്ടായിട്ട് ചെയ്താൽ അനേകർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. And if that can be presented in a short and concise way, more people can participate. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് പോകാനായിട്ട് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't desire that we come together, sit here and then leave. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരാൾ സ്തോത്രം ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയുന്നുണ്ടോ, അത് ശരിയാണ്. It is true that we often say amen at the end of someone praying. എന്നാൽ നമ്മെ രക്ഷിച്ച ആ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരം അനുസരിച്ച് കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മുടെ നാവുകൾ ദൈവം തന്നിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. We need to employ our tongues and our lips that God has given us to praise and worship the one who has done so much for us. അവിടെയാണ് ദൈവം മഹത്വം എടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. And it is there where God receives glory. ഞാനത് എൻ്റെ ഹൃദയഭാരം കൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I just shared because of a burden in my heart. നമ്മളത് വളരെ ചിന്തിക്കുവാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കുവാൻ ഇടയായിത്തീരണം. We should put much thought into it as to the reason why God has redeemed us. പുതിയതായിട്ട് ഒക്കെ കർത്താവിലേക്ക് വരുന്നവർക്ക് ആ വലിയ ആവേശമുണ്ട്. People who come to faith for the first time, they have that kind of an enthusiasm. എന്നാൽ നമുക്ക് ആവേശം കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. അത് ഓരോ ദിവസവും വർദ്ധിക്കുവാൻ ഇടയായിത്തീരണം. Our enthusiasm should not decrease with time, it should increase with time. ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ. May God help us in that regard. നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ കടന്നു വരുവാനും നിങ്ങളോട് ചേർന്ന് ഈ രാവിലെ ദൈവത്തെ ആരാധിപ്പാനും എനിക്കും ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the opportunity that He gave me to come here and also join with you in worship this morning. നിങ്ങളുടെ ഊഷ്മളമായ സ്നേഹത്തിനും സ്വാഗതത്തിനും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. We are grateful to you for your warm welcome and your love. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ നിലയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അനുവദിച്ചു തന്നതിൽ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. I also offer my thanks to the assembly for giving this valuable time of ministry to me so that I can minister the word. കർത്താവിനെ വെച്ചാൽ നാളെ ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് തിരിച്ചുപോയി അവിടെ നിന്ന് കേരളത്തിലേക്ക് പോകുന്നതാണ്. In the will of the Lord, tomorrow we will be returning back to New York and from there back to Kerala. ഈ ദിവസങ്ങളിൽ ഈ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുണയും കൃപയും യാത്രാക്ഷേമവും ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. In these days while I was traveling to various parts of America, God was with us. He gave us journey mercies and protection.
കേരളത്തിലുള്ള ഞങ്ങളുടെ ആത്മീക ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. I would request that you would continue to remember the ministries that we have back in Kerala. ഞാൻ ഓർപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരിക്കടുത്ത് വെങ്കോട്ട എന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥലസഭയിലാണ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നത്. As I reminded yesterday, I gathered together in a small assembly called Venkota near Changanasheri. ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഏതാണ്ട് 38 കിലോമീറ്ററോളം ഉണ്ട് അവിടേക്ക് യാത്ര ചെയ്യാൻ. And that's about 38 kilometers away from where we live. ഞങ്ങൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കുടുംബമായിട്ട് അവിടെ പോയി അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കാറുണ്ട്. And Fridays and Sundays we go there regularly and participate as a family in the ministries of that assembly. അതോടൊപ്പം ചേത്തക്കിലുള്ള സ്ഥലം സഭ എൻ്റെ മാതൃസഭയിലെ ശുശ്രൂഷകളിലും ഏർപ്പെടാറുണ്ട്. And also with that we also join in the ministries of my home assembly in Chetakal Rani. ദൈവം തരുന്ന കൃപയ്ക്കനുസൃതമായി വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനായിട്ടും ദൈവം ഈ നാളുകളിൽ അവസരം നൽകുന്നു. And according to the grace that God gives me, I am also able to minister God's word in various places. തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. May you continue to remember us in your prayers. നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. For our time in the word today, may we turn to the first epistle of John, chapter 2 and verses 15 to 17. 1 യോഹന്നാൻ 2ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. 1 John chapter 2 verses 15 on. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Do not love the world or the things in the world. If anyone loves the world, the love of the Father is not in him. For all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life is not of the Father but of this world. And the world is passing away and the lust of it, but he who does the will of God abides forever. ക്രിസ്തീയ സമൂഹത്തെ എക്കാലത്തും അറിയപ്പെടുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ എന്ന നിലയിലാണ്. The Christian community has always been known by its generosity or what it does to other people. നമുക്ക് ലോകത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. What we have to communicate to the world around us is a message of love. നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് നമ്മ കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. In the epistle to Corinthians, Apostle Paul reminds us that if we don't have love, then we have nothing. 1 കൊരിന്ത്യർ 13-ാം അധ്യായം ആ സ്നേഹത്തിന്റെ അധ്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 Corinthians 13 is in fact the chapter of love. എന്തെല്ലാം ഉണ്ടെന്ന് വന്നാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. No matter what you have, if you don't have love, then at the end of the day you have nothing. ആ നിലയിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന നിലയിലാണ് നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. And in that regard, we have been placed in this world as apostles of love. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. We talk about God as being God being love. മാത്രമല്ല നാം സ്നേഹിക്കാൻ പഠിച്ചത് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. And the fact is that we have come to learn to love because God has loved us. അതുകൊണ്ട് ദൈവത്തിന്റെ അളവറ്റ സ്നേഹം അനുഭവിക്കുന്ന നാം അളവില്ലാതെ സ്നേഹം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. So we are called to love boundlessly because we have come to experience the boundless love of God. അപ്പോൾ മറ്റുള്ള എല്ലാവരെക്കാളും നമ്മുടെ ജീവിതത്തിന്റെ ഘടന തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. So more than anyone else in this world, the very makeup of our being is with love. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് നമ്മുടെ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. God, we read in the word of God that we should love one another. മാത്രമല്ല ഒരളവ് കൂടെ കടന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ളത്. And going one step further, the Bible reminds us that we should love our enemies. അപ്പോൾ സ്നേഹം എന്നുള്ളത്
ദൈവവചനത്തിന്റെ പഠിപ്പിക്കലാണ് നാം സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. So love is a teaching of the word, and we have been called to love others. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. In Romans chapter 13, starting at verse 8, we read this. റോമാലേഖനം 8 മുതൽ 13-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Verses 8 to 10 of Romans chapter 13. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. Owe no one anything except to love one another, for he who loves one another has fulfilled the law. For the commandments, you shall not commit adultery, you shall not murder, you shall not steal, you shall not bear false witness, you shall not covet. And if there is any other commandment, all are all summed up in this saying, namely, you shall love your neighbor as yourself. Love does not harm to a neighbor. Therefore, love is the fulfillment of the law. സ്നേഹം എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് എന്നാണ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. There the apostle reminds us that love is the fulfillment of the law. മാത്രമല്ല നമുക്ക് ഏറ്റവും സുപരിചിതമായ മറ്റൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16 ആണ്. Not only that, the verse that's very familiar to each of us is John chapter 3 and verse 16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten son, that whoever believes in him should not perish but have everlasting life. കർത്താവ് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. The Bible reminds us that God has so loved us. എന്നാൽ നമ്മളിപ്പോൾ വായിച്ച 1 യോഹന്നാൻ 2-ന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹിക്കരുത് എന്നാണ്. But when we come to 1 John chapter 2 and the verse that we read, verse 15, reminds us not to love. നമ്മൾ ഇത്രയും സമയം പറഞ്ഞു വന്നതിന് ഘടകവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. There the commandment stands in stark opposition to all the things that we just talked about. Do not love. സ്നേഹിക്കരുത്. It says do not love. സ്നേഹിക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു കൽപ്പനയാണ്, ഒരു കമാൻഡാണ്. And that is a commandment that's given to us to not love. നമുക്കറിയാം ഒരു കൽപ്പന നമുക്ക് നൽകുന്നത് നാം അത് അനുസരിക്കാൻ വേണ്ടിയാണ്. A commandment is given to us so that we would obey that commandment. ആ കൽപ്പന നാം ലംഘിക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. And when that commandment is not heeded, it becomes sin. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്. In the Garden of Eden, to Adam and Eve, God said, do not eat from this tree. എന്നാൽ അവര് അത് അനുസരിക്കാതെ അത് ലംഘിക്കുവാനായിട്ട് ഇടയായി തീർന്നു. But they did not heed that commandment and they broke that law of God. ആ നന്മതിന്മകളുടെ ഫലം അവർ പറിച്ച് തിന്നതുകൊണ്ട് അവർ പാപികളായി തീരാൻ ഇടയായി തീർന്നു. And because they ate of that fruit, they became sinful. ഒരു കൽപ്പനയെ ലംഘിക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. When a commandment is broken, that becomes sin. ഇവിടെ പറയുകയാണ് സ്നേഹിക്കരുത്. Here the commandment is not to love. അപ്പോൾ നാം സ്നേഹിക്കുകയാണെങ്കിൽ ആ കൽപ്പനയെ ലംഘിക്കുക. So if we love, then that is breaking of that law. അങ്ങനെ നാം ലംഘിച്ചാൽ അത് പാപമായി തീരുന്നു. And if we so break the law, then that is sin. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹം പാപമായി തീരാൻ സാധ്യതയുണ്ട്. In other words, love can become a cause to sin. ഇങ്ങനെ നാം പറയുകയാണെങ്കിൽ ലോകം അതിശയിക്കും. അങ്ങനെ ഒരു വചനം വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കുവാൻ ഇടയായിത്തീരും. If we say that to the world around us, they will be astonished. They will ask, is there a verse like that in the Bible? നിങ്ങളുടെ കൈവശിരിക്കുന്ന വചനം പറയുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. The Bible that you're holding says to us that you should love one another. നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. And they would say that the God that you have is described as God who is love.
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നു. And the Bible also says that God so loved the world. സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വൃഥാവാണ് എന്ന് വേദപുസ്തകം പറയുകയാണ്. It also reminds us that if we do whatever we do, if we do it without love, then it means nothing. നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് വേദപുസ്തകം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. We are encouraged to love one another. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയാണ് സ്നേഹിക്കരുത്. But now we are told not to love. അത് കൽപ്പനയായിട്ടുള്ളത് കൊണ്ട് സ്നേഹിച്ചാൽ നാം പാപം ചെയ്യുന്നവരായിട്ട് തീരും. And because it's a commandment, if we love, then that results in sin. നമുക്കതൊരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു വാക്യമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. We may see this as a paradox, something that's opposite to what we would normally think. നമുക്ക് ആ വാക്യത്തിലേക്ക് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് സ്നേഹം പാപമായി തീരുന്നത് എന്നൊന്ന് ചിന്തിക്കാം. So let us look at this verse and see why love might result in sin. അല്ലെങ്കിൽ സ്നേഹം പാപമായി തീരാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? In other words, what are the chances that love can turn into sin? അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. Verse 15 says, do not love the world or the things in the world. നമ്മുടെ ആ ഡയറക്ഷൻ ഒരു തെറ്റായ വസ്തുവിലേക്കായി തീർന്നാൽ അത് പാപമായി തീരുന്നു. If our direction is set on a wrong thing, then that becomes sin. അതാണ് നമുക്ക് ഒന്നാമതായി കാണുവാൻ സാധിക്കുന്നത്. That is the first thing that we notice here. ഇവിടെ വായിക്കുന്നത് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. Here it says, do not love the world or the things in the world. ലോകത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് നാം ഡയറക്റ്റ് ചെയ്ത് സ്നേഹിക്കാൻ ഇടയായി തീർന്നാൽ അത് പാപമായി തീരും എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. If we direct our love towards the world or the things in the world, then that becomes a sin. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം, അപ്പോൾ ആ ലോകം ഏതാണ്? So the natural question is, what is that world? നമ്മൾ യോഹന്നാൻ 3:16 വായിച്ചു, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വായിച്ചു. In John 3:16 we read that God so loved the world. യോഹന്നാൻ ലോകം എന്ന വാക്ക് 3 നിലകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. John in his writings uses this word world in 3 different senses. ആ ലോകം എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. First of all, it's used in the sense of God's creation. God created the world. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായവും അതുപോലെ 3-ാം അധ്യായം 4, 6, 7, 8 അധ്യായങ്ങളിലൊക്കെ ആ വാക്ക് ആ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. It's used in John's Gospel chapter 1, chapter 3, chapter 4, 6, 7 and following. കോസ്മോസ് അല്ലെങ്കിൽ ഈ സർവ്വലോകവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ലോകത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. The word used there is cosmos, the one that the arrangement that God has created. ദൈവം സൃഷ്ടിച്ച ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്തൊരു തകരാറുണ്ട്. There is some failure in thinking that we shouldn't love the world that God created. അതുകൊണ്ട് ഈ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കരുത് എന്നല്ല ഇവിടെ പറയുന്നത്. So the implication is that the commandment to not love the world is not referring to the world that God created. ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ ലോകം. ആ ലോകം ആ നിലയിൽ നാം ആ സൃഷ്ടിയെ കാണുമ്പോൾ അതിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. This world is something that God created, and as such we should love his creation. രണ്ടാമതായിട്ട് ലോകം എന്ന വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ലോകത്തിൽ വസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. Secondly, or in the second sense in which that word is used has to do with the people who are living in this world. നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നാം കാണുന്ന ഈ ലോകത്തിലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വേദപുസ്തകം ഓർപ്പിക്കുന്നത്. When it says that we should love one another, it is also a reminder that we should love the people who are around us. മാത്രമല്ല നാം ഓർത്തതുപോലെ നാം ശത്രുക്കളെ പോലെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. And we are even called to love our enemies. അതുകൊണ്ട് ലോകം എന്നുള്ളത് ഈ യൂണിവേഴ്സ് എന്ന നിലയിൽ ആ ലോകത്തെ നാം സ്നേഹിക്കണം. So therefore the world in the sense that it is the universe that God created, in that sense we should love the world. ഈ ലോകത്തിൽ വസിക്കുവാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഈ സമൂഹത്തെ ജനതയെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. And also the people who inhabit this world, we should love them. മൂന്നാമത്തെ ഒരു തലം എന്നുള്ളത്, and the third sense in which this word is used, അത് ആത്മീക മണ്ഡലമാണ്. it is a spiritual realm. ആ ലോകം എന്നുള്ളത് ദൈവത്തിന് എതിരായിട്ടുള്ള ലോകമാണ്. And that world is a world that's opposed to God.
ആ മണ്ഡലം എന്നുള്ളത് ദൈവരാജ്യത്തിനെതിരായിട്ടുള്ളതാണ്. That realm is against the kingdom of God. യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ലോകത്തെ നാം സ്നേഹിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. And John is referring to that realm, and he says we should not love that world. ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആ മണ്ഡലത്തെ, ആ ലോകത്തെ നാം സ്നേഹിക്കുവാൻ ഇടയായി തീർന്നാൽ അത് പാപമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. That realm that is opposed to God and his kingdom, if we love that world, then we are causing sin. ആ ലോകത്തിന്റെ സിസ്റ്റം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ടുള്ളതാണ്. That the system of that world system is against the purposes of God. അത് നമുക്കറിയാവുന്നതുപോലെ അത് പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തെക്കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. So there it talks about the world that's controlled by Satan. നമ്മൾ ഒന്ന് യോഹന്നാൻ തന്നെ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. In 1 John chapter 5 verses 4 and 5 we read this. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. Who is he who overcomes the world but he who believes that Jesus is the Son of God? അവിടെ ആ ലോകം എന്നുള്ളത് സാത്താന്റെ അധീനതയിലുള്ള, സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആ ലോകത്തെയാണ് നാം വിശ്വാസത്താൽ ജയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. There the reference to the world is the world system that is controlled by Satan, that's working against the purposes of God, and that is the one that we are called to not love. ആ ലോകത്തിന്റെ അധീനതയിലായിരുന്നു നാം. We were under the influence of that world. സാത്താന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു നാം. We were under the authority of Satan. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം ആ ലോകത്തെ ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സാത്താന്റെ അധികാരത്തിന് വെളിയിലേക്ക് വരുവാൻ നമുക്ക് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But through faith in Jesus Christ we were able to overcome that world, and we were able to break that authority of Satan. യോഹന്നാന്റെ ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. In the same epistle, chapter 3 and verse 1, we read this verse, "Behold, what manner of love the Father has bestowed on us, that we should be called the children of God. Therefore, the world does not know us, because it did not know him." ഈ ആത്മീക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രത്യേകത, ആ ലോകം ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ്. The specialty or the unique feature of this world, the spiritual realm, is that it does not know God. 3:13 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. Verse 13 says, "Do not marvel, my brethren, if the world hates you." അതായത് ഈ ലോകം നമ്മെ പകയ്ക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. In other words, the word of God reminds us that this world hates us. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവര് എന്ന് ശോധന ചെയ്യുവിൻ. Which verse? 4:1. Chapter 4 and verse 1 says, "Beloved, do not believe every spirit, but test the spirits whether they are of God, because many false prophets have gone out into the world." ഈ ലോകത്തിന്റെ പ്രത്യേകത കള്ളപ്രവാചകന്മാരുടെ ലോകമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. This world is a world that is full of false prophets. അതിന്റെ 4:3 നമ്മൾ വായിക്കുന്നു, യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ, അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Verse 3 we read this, "And every spirit that does not confess that Jesus Christ has come in the flesh is not of God, and this is the spirit of the Antichrist, which you have heard was coming and is now already in the world." ആ ലോകത്തിന്റെ പ്രത്യേകത അത് എതിർ ക്രിസ്തുവിന്റെ ലോകമാണ്. This is the world of the Antichrist. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ 4:5 നമ്മൾ വായിക്കുന്നു, അവർ ലൗകികമാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. Verse 5 says this, "They are of the world, therefore they speak as of the world, and the world hears them." അവര് അവിശ്വാസികളാണ്, അവര് അസത്യം സംസാരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. They are unbelievers and they speak untruth. എന്ന് പറഞ്ഞാൽ
ഈ ലോകം എന്നുള്ളത് സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. So this world is controlled by Satan. ദൈവത്തിന് എതിരായിട്ടുള്ള ശത്രുവായ സാത്താനാണ് അതിനെ നിയന്ത്രിക്കുന്നത്. This is controlled by Satan, who is the enemy of God. ഈ ലോകത്തെ സ്നേഹിക്കരുത് എന്നാണ് യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നത്. And it is this world that we are not to love, as John reminds us. ഇത് നമ്മുടെ കർത്താവായ രാജാവായ കർത്താവിന് എതിരായിട്ടുള്ള ഒരു ലോകമാണ്. This is a world that stands against our King, our Lord Jesus Christ. നമ്മുടെ സ്നേഹം പാപമായി തീരുന്നത് ഈ നിലയിൽ ദൈവത്തിനെതിരായ ഒരു ലോകം അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് നമ്മുടെ സ്നേഹം തിരിയുമ്പോഴാണ്. The way our love can result in sin is if this love is directed at this world. യാക്കോബിന്റെ ലേഖനത്തിലും നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? We read of this in James's epistle also. James chapter 4 and verse 4 says that adulterers and adulteresses, do you not know that friendship with the world is enmity with God? ദൈവത്തോടുള്ള ശത്രുത്വമാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. We see that this world is characterized by enmity with God. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. We have been taken out of this world. ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിന്റെ അധീനതയിലായിരുന്നു. Yes, we were under the influence of this world. ആ ലോകത്തിന്റെ അധീനതയിൽ നാം അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. We were in darkness as we were under the influence of this world. എന്നാൽ ആ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. But God has delivered us from that world and transported us into marvelous light. ഇനിയും നിങ്ങൾ ആ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടില്ല. And therefore we should not go back and love this world. ഈ ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. The word of God reminds us that we should not love the world. നമ്മൾ അങ്ങനെ ആണെങ്കിൽ വ്യഭിചാരിണികളാണ് എന്ന് ആണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. And if we so love the world, then we are adulterers. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരാളിനെ സ്നേഹിക്കാൻ പോകുന്നതിന് തുല്യമാണ് അതാണ് നമ്മെ അത് ഓർപ്പിക്കുകയാണ്. In other words, this is like loving another spouse when you're already married to one. നമുക്ക് രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാനായിട്ട് സാധിക്കത്തില്ല. We cannot love two masters at the same time. അതുകൊണ്ട് ആ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. So therefore we should differentiate that in our lives. നമ്മുടെ ജീവിതത്തിൽ ഈ ഏത് ലോകത്തെയാണ് നാം സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. We should understand which world our love is directed to. ഈ ലോകത്തോടുള്ള സ്നേഹം പാപമാണ് എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. Because the love to this world is sin. That's what the word of God reminds us. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ഡയറക്ഷൻ ഏത് വസ്തുവിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു അതനുസരിച്ച് ആ സ്നേഹം പാപമായി തീരുന്നു എന്നുള്ളതാണ്. First of all, we discussed that if we direct our love towards this world, then that love can turn into sin. രണ്ടാമതായിട്ട് ഈ സ്നേഹം പാപമായി തീരുന്നത് അത് തെറ്റായ ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെങ്കിൽ അത് പാപമായി തീരുന്നു. The second way in which our love can result in sin is if it's directed from the wrong source. നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. Verse 16 says, for all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life is not of the Father, but of this world. നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം എവിടെ നിന്ന് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. We should understand the source from where our love pours out. നമ്മുടെ സ്നേഹം വിവിധ ഉറവിടങ്ങളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. There are chances that we may have various sources for our love. യോഹന്നാൻ ഇവിടെ ഓർപ്പിക്കുന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ്. John reminds us of 3 things here: the lust of the flesh, the lust of the eyes, and the pride of life. അതിൽ 2 കാര്യങ്ങൾ ആന്തരികമായിട്ടുള്ള കാര്യമാണ്. 2 of those things are internal to us. മൂന്നാമത്തെ കാര്യം ആണ് വെളിപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യം. The third thing is external, or it's manifested outside. അതായത് ജഡമോഹം കൺമോഹം എന്നുള്ളത് ആന്തരികമായതും നമുക്ക് ഈ നമ്മുടെ ജീവനത്തിന്റെ പ്രതാപം എന്നുള്ളത് ഭാഗ്യമായി വെളിപ്പെട്ട് വരുന്നതുമാണ്. The lust of the flesh and the lust of the eyes are internal to us, but the pride of life is seen outside. നമുക്ക്
ദൈവം തന്നിരിക്കുന്ന അനേക കാര്യങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയേണ്ടതാണ്. We should be able to love many things that God has given in our lives. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ദൈവം വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ അതിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. When we look at the nature around us, we should be able to love so many things that God has set there. മനോഹരമായ ഒരു സായം സന്ധ്യ നമുക്കത് കണ്ടാൽ എന്തൊരു അത്ഭുതമാണ്, നമുക്കത് സ്നേഹിക്കാനായിട്ട് തോന്നും. When we see a beautiful evening, we are able to rejoice and love that. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല പാട്ടുകൾ, മ്യൂസിക്, അത് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കേണ്ടതാണ്. When we hear good songs, good music, we should be able to love that. നല്ലൊരു കലാരൂപം കണ്ടാൽ നമുക്കത് സ്നേഹിക്കാൻ കഴിയേണ്ടതാണ്. When we see a good art form, we should be able to love that. മറ്റു മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയേണ്ടതാണ്. We should be able to love other people. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹമാണ്. These are all love that flows from the source, which is God. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികളായ മറ്റുള്ളതിനെ നാം ആരാധിക്കാൻ തുടങ്ങിയാൽ അത് തെറ്റായ സ്നേഹമാണ്. But when we start worshiping the creation of God, then that is the wrong love. സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ നാം ആരാധിക്കുമ്പോൾ അത് തെറ്റായ സ്നേഹമായി തീരുന്നു. When we worship the creation more than the creator, then that results in sin. മാത്രമല്ല നമുക്ക് സംതൃപ്തി ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ നാം സ്നേഹിക്കുന്നവരായി തീരാൻ സാധ്യതയുണ്ട്. And also to receive satisfaction, we may start loving ourselves. അത് നമ്മുടെ ജഡത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മളിൽ ഉളവാകുന്ന സ്നേഹമാണ്. And that is a love that's produced so that we may be satisfied in our own flesh. നമ്മുടെ ജഡത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ അന്വേഷിച്ചു പോകുന്നവരായി തീരാറുണ്ട്. We would love and go after the things that give joy to our flesh. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ദൈവസഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. And that is something that has affected the church of God in these days. അനേകരും ദൈവവചന സത്യങ്ങളെ വിട്ടിട്ട് തങ്ങളുടെ കണ്ണിനും കാതിനും ഒക്കെ ഇമ്പമായതിലേക്ക് അവർ പോകുകയാണ്. Many people forsake the teaching of the word and go after things that are pleasing to their eyes and ears. ഒരുപക്ഷെ നല്ല മ്യൂസിക് ഉള്ള സഭയാണെങ്കിൽ അവിടെ ഇനി പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. Maybe they go to a church because the music there is great. അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്ന ഇടമാണെങ്കിൽ അവിടേക്ക് പോകുന്നവരെ കാണാനായിട്ട് സാധിക്കും. And maybe they go there because the friendships that they have there is great. ഇതൊന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുളവാകുന്നതല്ല, സ്വയമായ ജഡത്തിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് അങ്ങനെ പലപ്പോഴും ആൾക്കാർ പോകാറുള്ളത്. None of these things are generated out of a love that comes from God, but going after our own desires. അതുകൊണ്ട് നമ്മുടെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയിൽ നിന്നുളവാകുന്ന സ്നേഹം ശരിയായ സ്നേഹമല്ല എന്ന്, അത് പാപമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. So the love that's generated from the lust of our flesh, the lust of our eyes and the pride of life, that is the wrong kind of love, that is in fact sin. മൂന്നാമതായി സ്നേഹം പാപമായി തീരുന്നത് അത് പുറപ്പെടുവിക്കുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റായ ഫലം പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അത് പാപകരമായിട്ടുള്ള കാര്യമാണ്. Thirdly, our love can result in sin if it produces the wrong fruit. 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. Verse 17 says, and the world is passing away and the lust of it, but he who does the will of God abides forever. സ്നേഹം പാപമായിട്ട് തീരുന്നത് അതിന്റെ ആത്യന്തിക അല്ലെങ്കിൽ ഒടുക്കം എന്നുള്ളത് തെറ്റായ ഫലം പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അത് പാപകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. If our love produces the wrong fruit, then our love can result in sin. നമുക്കൊരു വാക്യം നോക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ, അതിന് 31 വരെയുള്ള വാക്യങ്ങൾ. May we go to a verse, 1 Corinthians chapter 7 verses 29 on. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 Corinthians chapter 7 അതിന്റെ 29ാമത്തെ വാക്യം. verse 29 on. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞ് പോകുന്നുവല്ലോ. Verse 29, 1 Corinthians chapter 7, but this I say, brethren, the time is short, so that from now on, even those who have wives should be as though they had none, those who weep as though they did not weep,
those who rejoice as they did not rejoice, those who buy as they did not possess, and those who use this world as not misusing it, for the form of the world is passing away. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. There the apostle reminds us that the form of this world is passing away. ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും അത് താൽക്കാലികമാണ്, അത് ഇല്ലാതായി പോകുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. Many things that are of this world are temporary and they are passing away. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത നിലയിലുള്ള ഫലം പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. In other words, the fruit that comes out which does not glorify God, those things are wrong. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് സെയിം സെക്സ് മാരേജ് എന്നുള്ളത്. ഒരേ വർഗത്തിലുള്ളവരെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. Oftentimes we hear of this term same sex marriage. അവർ പറയുന്ന കാര്യം ഞാൻ മറ്റേ ആളിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു. They may say that we love the other person or that they love each other. ഞങ്ങൾക്ക് അന്യോന്യ സ്നേഹമുള്ളത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുകയാണ്. And because we love each other, we live together. എന്നാൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫലം എന്നുള്ളത് ദൈവത്തിന്റെ മഹത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ആ സ്നേഹം പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. But the fruit of that union is ultimately against God's will, and therefore that love is the wrong kind of love. നമ്മൾ റോമാലേഖനം 1:18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെക്കാൾ അധികമായിട്ട് ഈ സൃഷ്ടിയെ ആരാധിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In Romans chapter 1 we read of a verse where it talks about loving the creator more than loving the creation more than the creator. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Verse 18, for the wrath of God is revealed from heaven against all ungodliness and unrighteousness of men who suppress the truth and unrighteousness. നമ്മൾ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് സത്യമാണ്. It is true that we have been called to love. അതേസമയം നമ്മുടെ സ്നേഹം തെറ്റായ തലത്തിൽ നിന്നുളവാകുന്നതാണെങ്കിൽ അത് പാപമായി തീരാനുള്ള സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. But also the word of God reminds us that if the source of our love is coming from the wrong place, then our love can result in sin. നമ്മുടെ സ്നേഹം തെറ്റായ ഡയറക്ഷനിൽ നിന്നാണെങ്കിൽ അത് പാപമാണ്. If our love is directed to the wrong thing, then that is sin. നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം തെറ്റാണെങ്കിൽ അത് പാപമാണ്. And if the source of our love is wrong, then that is sin. നമ്മുടെ സ്നേഹം നൽകുന്നത് തെറ്റായ ഫലങ്ങളാണെങ്കിൽ അത് പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. And if our love yields the wrong kinds of fruits, then our love is sin. അതുകൊണ്ട് യോഹന്നാൻ ഓർപ്പിക്കുകയാണ്, ലോകത്തെ സ്നേഹിക്കരുത്. Do not love the world. So John reminds us, do not love the world. നാം ഈ ലോകത്തിൽ വസിക്കുന്നവരാണ്. We live in this world. ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. God has created us and placed us in this world. എന്നാൽ ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ലോകത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. But there is a force of darkness that works against God and His creation. അത് ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരാണ്. That is against the purposes of God. അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതാണ്. That does not want to reveal the glory of God. നമ്മുടെ ജഡത്തിന് എപ്പോഴും അതിനോടാണ് താല്പര്യം. And our flesh always wants to side with that. നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അതിനെ സംതൃപ്തിപ്പെടുത്താനുള്ള സ്നേഹമായി തീരാൻ സാധ്യതയുണ്ട്. Oftentimes we can go after those things to satisfy our flesh. അതുകൊണ്ട് നമ്മുടെ സ്നേഹം എങ്ങനെയുണ്ട് എന്നുള്ളതും നാം അനുദിന ജീവിതത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. And for that reason we should examine in our day-to-day lives as to how our love is. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം ദൈവത്തിന് മഹത്വം കരാറ്റാത്തതാണെങ്കിൽ അത് പാപകരമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കാൻ ആവശ്യമുണ്ട്. If the love that comes out of us is not glorifying to God, then that is sin. ദൈവം നമ്മെ സ്നേഹിച്ചു. God loved us. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. When God loved us, He gave His only begotten Son for us. He so loved us. ആ ക്രൂശിൽ നാം കണ്ടത് ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. And that on that cross we see the revelation of God's great love. നമ്മിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ പാപികളായ നമ്മെ ദൈവം സ്നേഹിക്കുവാൻ ഇടയായിത്തീർന്നു. Without expecting anything from us, God loved us who were sinners. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹവും
ദൈവത്തിന്റെ സ്നേഹത്തിന് തത്തുല്യമായ സ്നേഹമായിരിക്കുവാൻ ഇടയാകണം. And the love that comes out of us should be of the same kind as the love that God മറ്റൊരു gave വിധത്തിൽ us. പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരാത്ത സ്നേഹം പാപത്തെ വിതയ്ക്കുന്ന സ്നേഹമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. In other words, if our love that is generated is coming not from God, then that love is sin. ഇന്ന് അനേക ഇടങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആ സ്നേഹങ്ങളൊക്കെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമായി മാറുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Even though we hear of many kinds of love in this world, many of those loves are they arise from selfishness. കർത്താവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. May God help may we thank God for the great love with which He loved us. ദൈവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to share that love which He produces in us. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാൻ സാധിക്കണം, ലോകത്തെ സ്നേഹിക്കാൻ ഞാൻ ഇനിയും ഇല്ല. We should also join with the songwriter in saying that I am no longer there to love the world. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാത്താനോട് ചേർന്ന ഒരു പദ്ധതിക്കും ഞാനില്ല എന്നാണ് അതിനർത്ഥം. The meaning of that is that I am no longer in any kind of partnership with Satan. സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവസ്നേഹം പുറപ്പെടുവിക്കുന്നവരായി തീരാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളാലും നമ്മെ അധികമായി സഹായിക്കട്ടെ. May God through these words help us to love each other in the coming days. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I give you my greeting and my thanks, and I conclude my words here.